LDF, UDF ക്യാമ്പുകൾ ഒപ്പം തന്നെ PV അൻവറിന്റെ അവസ്ഥയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് BJP എന്തു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. BJP മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് അനാവശ്യമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ BDJS മത്സരിക്കുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയാണ്. 2 ദിവസത്തിനകം തീരുമാനം എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്ന പ്രതികരണം. മറ്റൊന്ന്, കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ബീന ജോസഫുമായി MT രമേശ് സംസാരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, BJP ഒരു തീരുമാനത്തിലേക്ക്, എന്തായാലും LDF സ്ഥാനാർത്ഥി ആയിട്ടില്ല, അത് വെള്ളിയാഴ്ചയാകുമെന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ BJPയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എപ്പോഴുണ്ടാകും? BJPയിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. BJP ആദ്യം BDJSനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. BDJS ആദ്യം യോഗം ചേർന്നു. അങ്ങനെ 2 പേരുകൾ ഉരുത്തിരിഞ്ഞു വന്നു. ഒന്ന് ഗിരീഷ് മേക്കാട്ട്, അതോടൊപ്പം തന്നെ പൈലി വാത്തിയാട്ട് എന്നാണ് BDJS നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം 1-ാം തീയതി ഒരു ഓൺലൈൻ യോഗം കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. BDJS അങ്ങനെ നിൽക്കുന്നു. അതേസമയം BJP സ്വന്തം നിലയ്ക്ക് ചില ആളുകളെ തിരയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബീന ജോസഫിനെ കണ്ട് ചർച്ച നടത്തിയത്. പക്ഷേ അവർ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ കുഴപ്പം തുടരുകയാണ്. മത്സരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും 8 മാസമേ ഉള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നം മറ്റ് ചിലതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി എത്തിയ ഒരു ഘട്ടമാണ്. BJPക്ക് അധികം സാധ്യതയുള്ള ഒരു മണ്ഡലമല്ല. ആ ഘട്ടത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വോട്ട് കുറഞ്ഞാൽ അത് ഒരു തുടക്കത്തിലെ ഒരു കല്ലുകടിയാകുമോ എന്നൊരു ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ നേട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതാണ് ഒരു അടിസ്ഥാന ഘടകം. അതേസമയം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. ഈ വോട്ട് കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണമായി വരും. ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ പോരാട്ടത്തിൽ എന്തുകൊണ്ട് സമയക്കുറവുള്ളതുകൊണ്ടെന്ന് ഇടപെടുകയാണ്. രാഗിനി സൂചിപ്പിച്ച പോലെ തന്നെ വെറുതെ അങ്ങ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിലെത്തുന്ന ഗൗരവതരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ അതിന്റെ തുടർച്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ്. ഉണ്ടാവുമെന്നതിൽ സംശയവുമില്ല.